ഹലോ. അപ്പോൾ കോഴി വളർത്തുന്നവർക്ക് ഏറ്റവും ഒരു യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെന്ന് വെച്ചാൽ മീനിൻ്റെ വേസ്റ്റാണ് കേട്ടോ. നമുക്കറിയാം എല്ലാവരും ഇതുപോലെ മീനിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കൊടുക്കുന്നവരാണ് കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ കൂടുതലായിട്ടൊന്നും വീടുകളിൽ നിന്നൊന്നും കൊടുക്കാനൊന്നും കാണില്ല. അപ്പോൾ നമുക്ക് അടുത്തൊക്കെയുള്ള പരിചയമുള്ള ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ തിരക്കിയാൽ പിന്നെ നമുക്ക് ചെറിയ മീനുകളുടെയൊക്കെ വേസ്റ്റ്, മീൻ വെട്ടുന്നിടത്തു നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് വലിയ മീനിൻ്റെയൊക്കെ വേസ്റ്റാണ് കേട്ടോ. അതിലുമൊക്കെ നല്ലതാണ് നമ്മൾ ഈ ഒരു ചെറിയ മീനിൻ്റെ ഇതുപോലെ കിട്ടുന്ന വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഒന്ന് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചെറുതായിട്ടിങ്ങനെ ഒന്ന് വേവിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. കാരണം നമ്മളിത് പച്ച കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലുമായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റുകളൊക്കെ എല്ലാം ഒന്നും കഴിക്കത്തില്ല, ബാക്കിയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് എത്രയും നമ്മൾ എടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ പിന്നെ കോഴിയെ തുറന്ന് വിടുന്നവരാണെങ്കിൽ കൂടിന് പുറത്ത് വെച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്, വെളിയിൽ വെച്ചിട്ട്. പക്ഷേ അങ്ങനെ തുറന്ന് വിടാത്തവരാണ് എന്നുണ്ടെങ്കിൽ അവർ ഇത് പ്രത്യേകം ഒരു പാത്രം ഇതിനായിട്ട് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വേവിക്കുന്നത് കൊണ്ട് ഇതിനകത്തുള്ള മീനിൻ്റെ തലയും അതുപോലെ കുടലും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നവർക്കും ഉള്ള കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ അവർ ആ തലയുടെ ഭാഗമൊന്നും കട്ട് ചെയ്തങ്ങ് ഇടത്തേ ഉള്ളൂ, അതൊന്നും ചെറിയ പീസുകളാക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് പിന്നെ കൊണ്ടുവന്ന് പീസുകളാക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇത് വേവിച്ചിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കോഴി കൊത്തിയിട്ട് അങ്ങ് കളയുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു എളുപ്പം, അതായത് കോഴിയെല്ലാം കഴിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെ കൊടുത്തു നോക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിന്. കാരണം നമുക്ക് അറിയാലോ, ഇപ്പോൾ കോഴിത്തീറ്റയ്ക്കൊക്കെ നല്ല വിലയാണ്. എങ്കിലും നമുക്ക് പിന്നെ പാക്കറ്റ് ഫീഡുകൾ വാങ്ങാതിരിക്കാനൊന്നും പറ്റില്ല. അതെന്തായാലും നമ്മൾ വാങ്ങിച്ച് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അത് ഒരു തവണയോ അല്ലെങ്കിൽ മാക്സിമം ഒരു 2 തവണയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെയുള്ള ഒരു തീറ്റകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുട്ട ഉൽപ്പാദനം നല്ല കൂടും കേട്ടോ. എനിക്ക് തന്നെ ഒരു 10-15 BV380 കോഴികളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ ഇതുപോലെയാണ് കേട്ടോ പിന്നെ ഈ ഒരു തീറ്റ സ്ഥിരം കൊടുക്കാറുണ്ട്. നമുക്ക് ഇതുപോലെ കിട്ടുന്നത് കൊണ്ട് സ്ഥിരം കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. മുട്ടയിടക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് 4.5 മാസമായപ്പോഴത്തേക്ക് എൻ്റെ കോഴികൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, BV380യുടെ കോഴികൾ. പിന്നെ നമ്മളിതുപോലെ വേസ്റ്റ് വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് ഈ വെള്ളം വറ്റിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ആ വേസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതല്ല ഇത്. അപ്പോൾ നമ്മൾ കുറേ നേരം തീയരിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ മീനിൻ്റെ വേസ്റ്റിനകത്ത് കുറച്ച് റേഷൻ അരി കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. 2 നാഴി അരിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് എത്രയുണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ചെറിയ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നാഴിയല്ല, ഗ്ലാസ്സിലാണെങ്കിലും അതുപോലെ തന്നെ 1-2 ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ടിത് നല്ല രീതിയിൽ നമ്മൾ പിന്നെ തീയരിച്ചൊന്നും കൊടുക്കേണ്ടുള്ള ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇത് അടുപ്പിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. ഞാനിവിടെ ഇത് വൈകുന്നേരത്താണ് കേട്ടോ വേവിച്ച് വയ്ക്കുന്നത്, രാത്രിയാണ് വേവിച്ച് വയ്ക്കുന്നത്. പിന്നെ രാവിലെയാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റിൽ കൊടുക്കുന്നത് രാവിലെ തന്നെ ഈ തീറ്റയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് കേട്ടോ നമ്മൾ പിന്നെ നമ്മുടെ അല്ലാത്ത പാക്കറ്റ് ഫീഡൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അല്ലാത്ത തീറ്റ കൊടുക്കാത്തപ്പോൾ തന്നെ വേണം കേട്ടോ ഇത് കൊടുക്കാനായിട്ട്. കോഴികൾക്ക് നമ്മൾ ഇതുപോലുള്ള നാടൻ തീറ്റകൾ കൊടുക്കുമ്പോൾ ആദ്യം മുതൽക്കേ തന്നെ കൊടുത്ത് ശീലിപ്പിക്കണം കേട്ടോ. എന്തായാലും ഇപ്പോൾ മീനിൻ്റെ വേസ്റ്റ് ആയാലും അതുപോലെ തന്നെ BSF ലാർവ ആയാലും ഇലവർഗ്ഗങ്ങളായാലും ഒക്കെ നമുക്ക് കൊടുക്കാം. അതെല്ലാം പക്ഷേ നമ്മൾ ആദ്യം ശീലിപ്പിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ ഇവിടുത്തെ വലിയ കോഴികളും അതുപോലെ തന്നെ ഇപ്പം മുട്ടയിടാൻ തുടങ്ങിയ കോഴികളും കുഞ്ഞുങ്ങളും എല്ലാവരും ഇത് കഴിക്കും കേട്ടോ. നമ്മളങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ടാണ് അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ കഴിക്കുന്നത് കേട്ടോ.
പിന്നെ നമ്മുടെ തീറ്റ ചെലവിൻ്റെ കാര്യം അറിയാമല്ലോ, അത് കുറയ്ക്കാനും ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ മീനെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നല്ല വൈറ്റമിനും കാൽസ്യം എല്ലാം അടങ്ങിയതല്ലേ. അപ്പോൾ നമുക്ക് മുട്ടയുടെ ഗുണവും കൂടും. നമ്മൾ കഴിക്കുന്ന മുട്ടയിലും ആ ഒരു ഗുണം കിട്ടും കേട്ടോ. നമ്മൾ എന്തൊക്കെ തീറ്റകളാണോ കോഴിക്ക് കൊടുക്കുന്നത് ആ ഗുണമെല്ലാം നമ്മൾക്ക് കിട്ടുന്ന മുട്ടയിലും അതുപോലെ ഇറച്ചിയിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ വേവിച്ചെടുത്ത വേസ്റ്റാണ് കേട്ടോ, മീനിൻ്റെ വേസ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. ഇതിങ്ങനെ ആയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ കോഴികൾക്ക് ഇത് പല പാത്രങ്ങളിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾ ഉണ്ടെങ്കിലും അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.